Process costing. Process costing. The cost of certain job. Orders are containing special orders and unique specifications are determined using the job and contract costing and methodologies. Job costing വ്യത്യസ്തമായിട്ട് job costing contract costing വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോസസ് കോസ്റ്റിംഗ്. ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് process costing is a method of determining the cost of product of each step or process of manufacture when the product goes through the series of subsequent well defined. പല പ്രോസസ്സിൽ കൂടി കടന്ന് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്ന അക്കൗണ്ടാണ് പ്രോസസ്. പ്രോസസ്സിന് പല സ്റ്റേജസിലുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഇങ്ങനെ ഓരോ സ്റ്റേജസ് കഴിഞ്ഞിട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി. ആദ്യത്തെ സ്റ്റേജിൽ എക്സ്പെൻസ് വരാം. ആ എക്സ്പെൻസ് അതിന്റെ ഔട്ട്പുട്ട് ആ സെക്കൻഡ് സ്റ്റേജിൽ ഇൻപുട്ടായും വീണ്ടും സെക്കൻഡ് സ്റ്റേജിലെ മറ്റുള്ള എക്സ്പെൻസും ഇൻപുട്ടും കൂടിയിട്ട് തേർഡ് സ്റ്റേജില് വേണ്ട ഔട്ട്പുട്ട് വരും. അത് നെക്സ്റ്റ് സ്റ്റേജിൽ ഇൻപുട്ട് ആവും. അപ്പൊ ഇങ്ങനെ 2 or 3 സ്റ്റേജ് കഴിഞ്ഞിട്ട് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്ന ആ പ്രക്രിയയാണ് പ്രോസസ് കോസ്റ്റിംഗിലുള്ളത്. പ്രോസസ്സിലെ ഓരോ പ്രോസസ്സിലും വരുന്ന ചെലവ് എത്ര ഇത് കണ്ടുപിടിക്കുക. Difference between the job costing and the process costing. ഈ job costing, process costing തമ്മിലുള്ള വ്യത്യാസം. Job costing is used when products or services are produced per job or pre-order basis. Each job is a unique and costs are tracked for each job separately. ഇവിടെ പ്രോസസ് കോസ്റ്റിലാണെങ്കിൽ ഓരോ പ്രോസസ്സിലും വരുന്ന ചെലവ് എത്രയാണ് കണ്ടുപിടിക്കുക. അതേസമയത്ത് ജോബ് കോസ്റ്റിംഗിൽ ഒരു നിശ്ചിത വർക്കിന് വേണ്ടിയിട്ടുള്ള ചെലവാണ് ജോബ് കോസ്റ്റിംഗിലുള്ളത്. പ്രോസസ് കോസ്റ്റിംഗ് ഒരു കണ്ടിന്യൂസ് ഓർ റിപ്പീറ്റേറ്റീവ് മാനറാണ്. ഇങ്ങനെയാ റിപ്പീറ്റേറ്റീവ് മാനർ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. പിന്നെ ജോബ് കോസ്റ്റിംഗ് ഇസ് എ യൂണിറ്റ് ഓഫ് കോസ്റ്റിംഗ്. ടിപ്പിക്കലി ജോബ്, customer orders of specific product, services, costs are accumulated for each job separately. Job costing or unit costing type are specific product services. Costs are accumulated for each job separately. ഓരോന്നിന്റെ കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കപ്പെടും. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാല് main characteristic in the channel. Process costing is used in sectors where manufacturing or continuous move through the number of discrete and well-defined processes. For process costing സമയത്തോളം അത് പല സ്റ്റേജസ് ആയിട്ട്, അപ്പൊ അതായത് ഇൻപുട്ട് വരുന്നു, അടുത്ത സ്റ്റേജിൽ ഔട്ട്പുട്ട് ആവും, വീണ്ടും ആ സ്റ്റേജിന് ഇൻപുട്ട് ആവും, ഇങ്ങനെ final സ്റ്റേജിലേക്ക് എത്തിയത്. For process costing used for the sectors where manufacturing is a continuous and move through a number of discrete അടുത്തത് all expenses are paid, all expenses are tallied and categorized by the process. എല്ലാ ഓരോ പ്രോസസ്സിന്റെ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിരിക്കണം. അടുത്തത് for cash step, each step the average cost per unit is calculated. ഇതിന്റെ ആവറേജ് വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. Because the output from all processes to save their final and financial transfer.
പിന്നെ all direct and indirect expenditures are apportioned allocated a specific account for each process. ഈ ഡിസ്ട്രിക്ട് അതായത് ഡയറക്റ്റും ഇൻഡയറക്റ്റ് വരുന്ന ചെലവുകളെല്ലാം അത് പ്രൊപ്പോർഷൻ ആക്കി അതായത് all expense was tallied and categorized by the process. All the direct and indirect expenditures are apportioned or allocated and specific account for each job. അടുത്തത് all direct and indirect expenditures are apportioned or allocated to specific account for each job. ഈ പ്രോസസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് വരുന്ന ഓരോ പ്രോസസ്സിൽ എന്ത് വരുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയത്. The production is also recorded in the approaches in each step the average cost per unit is calculated. In the average cost calculated. Costing procedure. പിന്നെ ഇവിടെ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ ഈസ് റിക്കാർഡഡ് ഇൻ ദി അപ്രോപ്രിയേറ്റ് പ്രോസസ്. ഓരോ പ്രോസസ്സിലും വരുന്ന ചെലവുകൾ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് വേണം അതിന്റെ ടോട്ടൽ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയെന്ന് അറിയാനായിട്ട്. ഈ കോസ്റ്റിംഗ് ദ പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ ചാർജ് ദ പ്രൈസ് ഓഫ് ദ പ്രൈമറി റോ മെറ്റീരിയൽ ടു ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ട്. ഈ പ്രൊഡക്ഷൻ ഇസ് റിക്കാർഡ് അപ്രോപ്രിയേറ്റ് പ്രോസസ് ആണ്. ഓരോ പ്രോസസ്സിലും വരുന്ന ചെലവ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ ആവറേജ് കോസ്റ്റ് യൂണിറ്റ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ കോസ്റ്റ് ട്രാൻസ്ഫർ ടു ഫ്യൂച്ചർ പ്രോസസ്. ആവറേജ് കോസ്റ്റ് മനസ്സിലാക്കി അത് ഫ്യൂച്ചറിൽ അത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കോസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ചാർജ് ദ പ്രൈസ് ഓഫ് primary raw material to first process. Introducing the quantity of indicating the quantity and the total cost. അടുത്തത് display cost of additional material, direct labor and direct expense. പിന്നീട് കോസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്റെ നടപടിക്രമങ്ങൾ. Charge the price of the primary raw material to the first process. Indicate the quantity and tools cost. നെക്സ്റ്റ് പറയുന്നുണ്ട് on fair basis deduct the production overhead from each process.
The process loss. Inherent production process are some losses. നമ്മൾ ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തുന്ന കുറേയൊക്കെ ലോസ് വരാം. അതിനാണ് നമ്മൾ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള പ്രൊഡക്റ്റ് പ്രോസസ് ഉണ്ട്. നോർമൽ ഇനി പ്രോസസ്. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിന് വരുമ്പോൾ ചിലപ്പോൾ ലോസ് ഉണ്ടാവാൻ, ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവും. നോർമൽ പ്രൈസ് ലോസ്. ഈ നോർമൽ പ്രൈസ് ലോസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതാണ്? ഈ പ്രോസസ് ലോസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ലോസിനെയാണ് നമ്മൾ, അത് യഥാർത്ഥത്തിൽ ഉണ്ടെന്ന ലോസാണ് നോർമൽ ലോസും. അതിനെ കൃത്രിമമായി ഉണ്ടാക്കുന്നതിനാണ് അബ്നോർമൽ എഫക്റ്റീവ്നെസ് എന്ന് പറയും. ഇപ്പൊ നോർമൽ ലോസ് ഉണ്ടാകാം, അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് ഉണ്ടാകും. നോർമൽ സാധാരണ സംഭവിക്കുന്നത്, അബ്നോർമൽ ലോസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ലോസായി മാറുക. ഇനി അബ്നോർമൽ എഫക്റ്റീവ്നെസ്, കാര്യക്ഷമതയുള്ള ഒരു പ്രവർത്തനമാണ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതായത് ദി കോസ്റ്റ് പെർ യൂണിറ്റ് അഡോപ്റ്റ് ആൻഡ് യൂസ് ഇറ്റ് കമ്മിറ്റി calculate the amount of typical loss and display together with the realizable value on the credit side of the relevant process record. ഈ അബ്നോർമൽ എഫക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ, അതായത് അബ്നോർമൽ എഫക്റ്റീവ്നെസ് പ്രതീക്ഷിക്കാത്ത സമയത്ത് ലോസ് ഉണ്ടാവും. അടുത്ത, വാട്ട് ഡു യു മീൻ ബൈ പ്രോസസ്? പ്രോസസ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ പല സ്റ്റേജുകളായിട്ട് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആദ്യം ഈ അതായത് ശരിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാര്യക്ഷമമായിട്ട് പോകണമെങ്കിൽ അവിടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടി. വാട്ട് ഡു യു മീൻ ബൈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ, പ്രോസസ് കോസ്റ്റിംഗ് മീൻസ് cost accounting methods through series or repetitive continuous basis. It should be what is the appropriate effectiveness of that? Unless the amount of scrap should be adjusted by showing on the credit side of the normal loss and of the debit side of the abnormal gain accorded before is ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത കിട്ടുന്നത് അബ്നോർമൽ, കിട്ടുന്നത് അബ്നോർമൽ അല്ല നോർമൽ എഫക്റ്റീവ്നെസ്. And fill in the blanks, the type of loss ഡിഫൈഡ് ഫ്രം ടൈം ഓഫ്
പ്രോസസ്സ് സമയത്തോളം പ്രോസസ്സ് രണ്ടോ മൂന്നോ സ്റ്റേജിൽ കൂടി വന്നിട്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതിന്റെ ഇടയ്ക്ക് ഓരോ പ്രോസസ്സിൽ വരുന്ന ചിലവ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനി അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല പ്രോസസ്സിൽ തുടർന്നാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാകുന്നത്. ഓരോ പ്രോസസ്സിന്റെയും ചെലവ് എത്രയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നത്. പ്രോസസ് കോസ്റ്റിൽ ഇപ്പൊ ഇതിനകത്ത് ഒരു ആദ്യം നമുക്ക് ടോട്ടൽ പ്രോസസ്സിൽ എത്ര ചിലവാക്കും നോക്കുക. അതായത് മെറ്റീരിയൽ 12,000 പ്രോസസ്, ഡയറക്ട് ലേബർ 16, മെഷീൻ എക്സ്പെൻസ് 2,000, the procedure of costing include the calculation of the cost per unit. What is the main objectives of using a process costing system? To determine the cost of each individual unit produced. Number two, track the cost of specific overlays. ഇനി നമുക്ക് the following industries is most likely to use process costing. അത് which of the following industries are most likely to process costing? അത് മെയിനായിട്ട് വരുന്ന ഫുഡ് പ്രോസസ്സിംഗ് ആണ്. In a process costing system, when cost per unit accompanied for each order. What is the formula to calculate event or equivalent to process costing system? അപ്പോൾ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് പല പ്രോസസ്സിൽ കൂടി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായി ഓരോ ഇതിന്റെ എക്സ്പെൻസ് ഓരോ പ്രോസസ്സിന്റെ എക്സ്പെൻസ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻകം ഫോർ സോഴ്സസ്. ഇനി ജോയിന്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്.
പിന്നീട് ഇവിടെ പറയുന്നുണ്ട് മെയിൻ ഓഫ് ജോയിന്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. Joint goods are created concurrently using the same raw materials and primary product. So the side process of set of procedures, and they are all nearly equity. Supply valuable in the form are created in joint product സമയത്തുള്ള ഒന്നിച്ച് അതിന്റെ ഫണ്ട് വരെയും ആ ഫണ്ട് ഉപയോഗിച്ച് നല്ലൊരു രീതിയിൽ വാങ്ങിക്കുകയും ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വാല്യൂഷൻ വർക്ക് ഇൻ പ്രോഗ്രസ്. വാല്യൂഷൻ വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ വാല്യൂഷൻ ചെയ്യാം? When the calculating equivalent production, the following process is used with both opening and defaulting. Opening and shutting. Work in progress people follows ജോബ് കോസ്റ്റ് നിശ്ചിത വർക്ക് തീരാൻ വേണ്ടിയിട്ട്. അതേ സ്ഥലത്ത് പ്രോസസ് കോസ്റ്റിംഗ് വെച്ച് ഓരോ സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന ചെലവുകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കും. Define equivalent production. Equivalent production refers to a concept on ഒരു ഗുഡ്സുകൾ നിർമ്മിക്കുന്നതിന് അതിനകത്ത് റോ മെറ്റീരിയൽ വേണം, ഫിനാൻസ് വേണം, അത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ശരിയായ പ്ലാനിങ് നടത്തി ആ ഗുഡ് നല്ലൊരു സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്യുന്ന ഗുഡ്സുകൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സുകളാണ് കസ്റ്റമേഴ്സിന് കിട്ടുമ്പോൾ. അപ്പൊ അവരുടെ കൂടുതൽ ബർഡൻ ഇല്ലാതെ കാര്യങ്ങൾ ഓടിക്കാം. അടുത്ത എക്സ്പ്ലെയിൻ ദി ആവറേജ് മെത്തേഡ് ഓഫ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആദ്യത്തെ, അതായത് the average method, also known as the weighted average method. These are the based on the cost. So total ആയിട്ട് ഓരോ പ്രോസസ്സിൽ വരുന്ന ടോട്ടൽ പ്രോസസ്സിൽ വരുന്ന ചെലവ് എത്രയാണ് നോക്കിയിട്ട് അതിന്റെ ടോട്ടൽ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈച്ച് ഓഫ് ദ യൂണിറ്റ് FIFO എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ബിഫോർ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. What do you mean by equivalent production? എന്താണ് equivalent production? Equivalent production is the term used of the manufacturing and inventory accounting. So qualify
Equivalent production is the term used for the manufacturing and inventory according to quality, the number of fully complete. Plus, what do you mean by equivalent production? അതായത് അതിനകത്ത് raw material ഉണ്ട്, ഈ raw material ലേബർ എല്ലാം ഒരേ ലെവലിലാണ് പോയെങ്കിൽ മാത്രമേ ഫിനിഷ് ഗുഡ്സ് ആകൂ. ഇവിടെ operating cost in what type of industries involved? Operating cost, also known as the operating cost accounting, is the cost method used to determine the operating cost per unit. ഈ operating costing ഉണ്ട്. Opposite unit refers to method of cost allocation where the total cost supports the individual unit. ഓരോ individual unitന് തിരിച്ച് cost allocation where the total cost support to individual unit output and services. Where define operating costing. Operating costing, also known as the operating cost accounting, is a costing method is used to determine അതായത് operating costing, also known as operating cost accounting. In a binary, the costing method used to determine the operating cost per unit. Draw the perfect cost sheet in a form ഓർത്തുണ്ട്. Fuel, maintenance and receipt, driver wages, vehicle depreciation, toll charges. ഇനി indirect value, administrative salaries, wages, insurance premium license fee, office rent and bills. You operate, what do you mean by composite unit operating? The composite unit refers to method of cost allocation where total cost apportioned to individual units of output or services.
So, we define operating costing, and operating costing is also known as operating the costing. It is a costing method used to determine the operating cost per unit output. Services, it involves analyzing and allocating all the cost-related production. കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷൻസ് അവിടെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അത് എങ്ങനെയൊക്കെ കൊണ്ടുപോകണം. അടുത്തത് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി, എക്സ്പെഷ്യലി ദ ഇൻഡസ്ട്രീസ് വിച്ച് കണ്ടിന്യൂസ് ടു മാസ് പ്രൊഡക്ഷൻ. പല ഇൻഡസ്ട്രി മാസ് പ്രൊഡക്ഷൻ ഉണ്ടാകും. Where the understanding the people cost per unit crucial for efficient production. ഇനി reconciliation of cost and financial, അതിലെ integral account, the combination of cost and financial account, as well as the keep of a single set of records, both cost and financial transaction. The effective approach of cost accounting, it is a crucial to establish whether costs and financial transactions should be combined. ഈ റിക്കൺസിലിയേഷൻ സാധാരണയായിട്ട് സംയോജിപ്പാണ്. അതായത് പാസ്ബുക്കും ക്യാഷ് ബുക്കും. അതിനെ ഇന്റഗ്രൽ ദ കോമ്പിനേഷൻ ഓഫ് ദി കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്, അതായത് കോസ്റ്റും ഫിനാൻഷ്യൽ അക്കൗണ്ട്, ആസ് വെൽ ആസ് ദ അപ്കീപ്പ് ഓഫ് സിംഗിൾ സെറ്റ് ഓഫ് ബുക്സ് റിക്കാർഡ് ബോത്ത് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇതിനകത്ത് കോസ്റ്റ് ലെഡ്ജർ എന്ന് വെച്ചാൽ ദ കോസ്റ്റ് അക്കൗണ്ടിങ് ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ പ്രിൻസിപ്പൽ ലെഡ്ജർ which hold all of these nominal account additionally if non-integral account, such as store ledger, cost account, work in progress, cost control, ഇതെല്ലാം അതിനകത്ത് കോസ്റ്റ് ലെഡ്ജർ account. Stores ledger, in all the supplementary ledger is that has recorded every retail. So cost ledger, stores ledger, work in progress ledger, finished stock, സ്റ്റോക്ക് എല്ലാം പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു. വർക്ക് ഇൻ പ്രോഗ്രസ് അവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. Need the reconciliation of cost and financial account. When cost accounts and financial accounts are kept separate from one another, the profit or loss reported by two the causes of difference. The following items are only displayed. Financial charges like cash discount, income tax എല്ലാം ഈ ഫിനാൻഷ്യൽ ഉൾപ്പെടും. Financial income such as rent received, interest received on investment, on the sale of assets, cash discount, a reconciliation statement prepare ചെയ്യപ്പെടും.
പിന്നെ ഇതിനകത്ത് റെക്ടിഫയറേഴ്സ് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കിയിട്ട് റീക്ലാസിഫൈ ദ ട്രാൻസാക്ഷൻ ഒക്കെ മാറ്റി ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് വർക്ക് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് റിക്കവേർഡ് in costing, depreciation charge the financial record. അപ്പൊ ആദ്യം നമ്മൾ എഴുതുന്ന നെറ്റ് പ്രോഫിറ്റ് എഴുതാം. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട വർക്ക് ഓവർഹോഡ് അണ്ടർ റിക്കവേർഡ്, ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയാൽ കയറണം. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് റിക്കവേർഡ്. അപ്പൊ ആദ്യം നെറ്റ് പ്രോഫിറ്റ് അതിനോട് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് വർക്ക് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് റിക്കവേർഡ് ഇൻ എക്സസ് ആണ് എല്ലാം എഴുതേണ്ടത്. ഡെപ്രീസിയേഷൻ ചാർജ് ഫിനാൻഷ്യൽ റിക്കാർഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബട്ട് നോട്ട് ഇൻക്ലൂഡ് കോസ്റ്റിംഗ്. റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് ലോസിന്റെ ഫ്ലക്ച്വേഷൻ അറിയാൻ പറ്റും. അടുത്തത് വെൻ ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് കോമൺ അഡ്ജസ്റ്റ്മെന്റ്സ് ഫോർ റിക്കൺസിലിംഗ് കോസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. അവിടെ കറക്റ്റ് ആയിട്ട് ഡെപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ്. നെക്സ്റ്റ്, in the reconciliation costs and financial account, an increase in operating ഇനി അടുത്തത് പറഞ്ഞു in the reconciliation cost and financial account, an increase in the opening stock. അടുത്തത് overhead expense recovered in the cost account exceeding the actual overhead. അടുത്തത് if there is a provision for barters in the financial account and it is not considered account, what adjustments is made?
The multiple choice under which of the following is the characteristics of service cost? Service cost following is the characteristic of service cost. Above service costing also in the labor incentives. In typically labor hours, raw material, number of product, inventory level. But it also one labor hours. Which of the following is the indirect cost service cost? Either following is the direct, indirect service cost. Other service equipment. What is the formula for calculating cost per unit? Allocate which component can often distinct allocate. The cost equivalent and use service industry would typically be classified. The process of assigning cost of various activities or services or service costing is known as. ഏറ്റവും ആൻസർ ശരിയായിട്ടുള്ള cost allocation. Which is cost accumulation method is commonly used as service cost? That's activity based cost. The service costing, what is object is to identify cost of services. Allocate the overhead cost. The difference between the actual and budgeted cost in servicing. Other cost variance and overhead variance, direct not cost variance, labor variance. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ശരി കോസ്റ്റ് വേരിയബിൾ ആണ്. Which of the following is a characteristic? Service industry and that affect the service cost. Cost pool refer. ഇവിടെ നമ്മൾ എടുക്കുന്നത് the process of assigning cost to individual. Cost analysis, cost pooling, and cost. അപ്പോൾ നമ്മുടെ ജോയിന്റ് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ്. ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒന്നിച്ച് ഒരു പല ഇന്നും വന്ന്, അതായത് ജോയിന്റ് പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പല മെറ്റീരിയൽസ് ഉപയോഗിക്കും. ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വേസ്റ്റ് ആയിരിക്കുന്ന, അതായത് നമുക്ക് ആദ്യം വേസ്റ്റ് ആയിരിക്കുന്ന വീണ്ടും ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിടും. വാല്യൂഷൻ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മുടെ ഇംപ്രൂവ്മെന്റ് ആൻഡ് വാല്യൂഷൻ ഓരോന്നിനെ കണ്ടുപിടിച്ച് കൊണ്ടുകൊണ്ടുവരുന്ന വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയും. സർവീസ് കോസ്റ്റിംഗ്, അതിന്റെ പ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്ന ചെലവുകൾ.
പിന്നെ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യലും കോസ്റ്റും തമ്മിലുള്ള അറേഞ്ച്മെന്റിനാണ്. അത് തരുന്നുണ്ട് റിക്കൺസിലിയേഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ റിക്കൺസിലിയേഷൻ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറയും. For reconciliation cost and financial account. The financial account is checked by the cost account. It is done by comparing the profit or loss calculated using cost accounting to a profit or loss calculated using financial accounting. Usually the sums are different. However, this can be compared by creating a reconciliation. Financial account statement. This reconciliation of cost and financial account is a process undertaken by the cost ledger and stores ledger. Cost ledger, the cost accounting is just refers to the principal ledger, which hold out the nominal account. Additionally, if the non-integral accounting is a use, it includes the control accounts for each subsidiary ledger, such as the stores ledger, control account, work in progress ledger control, and the finished stock of ledger control. ഇങ്ങനെ പല സെപ്പറേറ്റ് അക്കൗണ്ട്സുകളായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. മെയിൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ലെഡ്ജർ, അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ആൻഡ് ഫിനിഷ് സ്റ്റോക്ക് ലെഡ്ജർ കൺട്രോൾ, ഇങ്ങനെ പലതായിട്ട് സബ് ഡിവിഷൻ ആയിട്ട് തിരിക്കാം. വർക്ക് ഇൻ പ്രോഗ്രസ് ലെഡ്ജർ ഇപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയും. ഫിനിഷ് സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സുകൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുമ്പോഴാണ്. Filling the blanks ഉണ്ട്. If cost and the financial transactions are maintained in a single set of books, this method is called. If the cost and financial transactions are maintained in the single set of books, the method is called dash. ഏറ്റവും അനുയോജ്യമായ ഇന്റഗ്രൽ അക്കൗണ്ടിംഗ്. അടുത്തത്, if cost and the financial records are kept separate, method is called. If the cost and financial record are kept separate, method is called. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നോൺ ഇന്റഗ്രേറ്റഡ് അക്കൗണ്ടിംഗ്. അടുത്തത്, കോസ്റ്റ് ലെഡ്ജർ ഈസ് ദ ഡാഷ് ലെഡ്ജർ ഇൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് വിച്ച് കണ്ടെയ്ൻ ഓൾ നോമിനൽ അക്കൗണ്ട്. അടുത്തത്, the cost and financial records are kept a separate, method is called. Separate method ആണ് നോൺ ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട്. കോസ്റ്റ് ലെഡ്ജർ ഈസ് ദ ഡാഷ് ലെഡ്ജർ. പ്രിൻസിപ്പൽ ലെഡ്ജർ ആണ്. പ്രിൻസിപ്പൽ കോസ്റ്റ് ലെഡ്ജർ. സ്റ്റോർസ് ലെഡ്ജർ ഈസ് എ ഡാഷ് ലെഡ്ജർ. സബ്സിഡറി ആണ്. And objects of preparing cost of P&L account in the determine. ഇന്റഗ്രൽ അക്കൗണ്ടിങ്ങിനെ നമ്മൾ നോൺ ഇന്റഗ്രൽ അക്കൗണ്ട് കണ്ടുകൊണ്ട് പ്രിൻസിപ്പിൾ ഉണ്ട്, സബ്സിഡറി ഉണ്ട്, സബ്സിഡറി പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതെല്ലാം അടങ്ങിയതാണ്. നോൺ അഗ്രിമെന്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ 2 weeks.
What are the control account? The control account is also known as control ledger or summarize the general ledger. What are the cost account? Efficiency and simplification. Accuracy and error detection. Facilitate the reconciliation. Reconciliation സംയോജിച്ച് താരതമ്യം ചെയ്യുന്ന ഒരു വ്യത്യാസം ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ what do you understand by integrated account? Integrated account refers to the comprehensive approach that combine various aspects of accounting into unified costing in an integrated cost accounting system. Real-time data sharing, automation of efficiency. Although which of the following is not a common adjustments when reconciling cost and financial account? Answer depreciation adjustments. In the reconciliation of cost and financial account, if the closing stock is undervalued in the undervalued is the cost accounts. If the closing stock is undervalued in the cost account and compared it to the financial account, what adjustments is made? Would answer add it to net profit in cost account. Net profit adjust here. Overhead expense recovered in the cost account exceeding the actual overhead would result in which of the following is adjustments? But the answer would add it to net profit in cost account. If there is a provision for burdens in the financial account and it is not considered in the cost account. If there is an undervaluation of closing stock and financial account, compared it to cost account and adjustments is made, would the answer add it to net profit in cost account. An increase in the provision for tax in the financial account compared it to the cost account would be required. Answer would another adding to net profit or cost account. An increase in the provision for warranty expense in the financial account compared to cost account and would require. Answer adding to net profit in cost account.
In recording of cost, today നമ്മളെല്ലാം ഇതിന്റെ തീർന്നു കംപ്ലീറ്റ്ലി. അതായത് ജോയിന്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്, വാല്യൂഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, സർവീസ് കോസ്റ്റിംഗ്, റിക്കൺസ്ട്രക്ഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഫസ്റ്റ് പ്രോസസ് കോസ്റ്റിംഗിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് പല പ്രക്രിയയിൽ കൂടി ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാകും. അപ്പോൾ ഓരോ പ്രോസസ്സിനും വരുന്ന ചെലവ് കണ്ടിട്ടുണ്ട്. ഇനി ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പല ജോയിന്റ് ആയിട്ട് എല്ലാ ഗുഡ്സുകളും വന്ന് അസംബിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിന് ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് പറയും. ബൈ പ്രൊഡക്റ്റ് അതിൻ്റെ നിന്ന് വേസ്റ്റ് ആയി വരുന്ന വീണ്ടും പ്രൊഡക്റ്റ് ആക്കി എടുക്കും. വാല്യൂഷൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് വെച്ചാൽ നിലവിലുള്ളതിന്റെ വാല്യൂ നോക്കി അതിന് പ്രോഗ്രസ് കൊടുക്കും. ആൻഡ് സർവീസ് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന എന്തെല്ലാം സേവനങ്ങൾ നടത്തുന്ന ഇപ്പൊ നമ്മള് പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകൾ, ഇത് സർവീസ് കോസ്റ്റിംഗ്, ജനങ്ങൾക്ക് അതായത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ചെലവ് എത്രയാന്ന്. റിക്വസ്റ്റ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ, കോസ്റ്റും ഫിനാൻഷ്യൽ അക്കൗണ്ടും തമ്മിൽ താരതമ്യം ചെയ്യും. ഇത്രയും ചാപ്റ്റേഴ്സ് ആണുള്ളത്. ടുഡേ ഫിനിഷ് ദ ക്ലാസ്. Okay, goodbye.